നമസ്കാരം. ഞാൻ ശ്രുതി കൃഷ്ണ, കിടങ്ങൂര് മലമേലാണ് ഇല്ലം. ഞാൻ ശരിക്കും +2 കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അതിനുശേഷം എന്ന് ആലോചിക്കുന്ന സമയത്ത് എൻ്റെ ഫാമിലി എല്ലാവരും ഒന്നിച്ച് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇഷ്ടപ്പെട്ടൊരു വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല നമുക്ക് എന്തെങ്കിലും ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് ഇത് കഴിഞ്ഞാൽ, ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുന്ന സാധ്യതയുള്ള ഒരു കോഴ്സ് നോക്കിയെടുക്കാം, അത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ BSc ഫുഡ് സയൻസ് ആണ് എടുത്തത്. ഫുഡ് സയൻസ് കഴിഞ്ഞു. എല്ലാവരും ആഗ്രഹിച്ച പോലെ എക്സാം കഴിഞ്ഞ് 4 ദിവസത്തിന് എനിക്ക് അവിടുന്ന് കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്ഡായി. ഒരു സെസ്സിൽ, കൊച്ചിയിൽ സെസ്സിൽ ഒരു എക്സ്പോർട്ടിംഗ് ഫേമിൽ ജോയിൻ ചെയ്തു. ശരിക്കും അവിടെ നിന്നാണ് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായതെന്ന് പറയാം. അവിടെ ഞാൻ അസോസിയേറ്റ് ചെയ്ത ആൾക്കാർ, അവിടുത്തെ മാനേജിങ് ഡയറക്ടർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് MBA എന്ന് പറയുന്ന ഒരു മോഹം കൊണ്ടുവന്ന് തന്നത്. ഞാൻ MSc പോകാനായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ അവിടെ ഞാൻ എടുത്ത ജോലിയുടെ പ്രത്യേകതകളും അവിടെ ഹാൻഡിൽ ചെയ്ത ആൾക്കാരും മീറ്റിങ്ങുകളും ഒക്കെയാണ് ശരിക്കും MBA എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ അവിടെ ഞാൻ ജോലി ചെയ്ത സമയത്ത് തന്നെ ഞാൻ ടൈമിൽ കോച്ചിങ്ങിന് പോയി. അങ്ങനെ MBA ജോയിൻ ചെയ്തു. ശരിക്കും MBA എന്ന് ഞാൻ കോച്ചിങ്ങിന് പോകാൻ തുടങ്ങിയപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയില്ല MBAക്ക് പോകാൻ പറ്റുമെന്ന്. കാരണം അന്നത്തെ ഒരു സിറ്റുവേഷൻ, പെൺകുട്ടികൾ MBAക്ക് പോകുന്നത് വളരെ നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറവായിരുന്നു. ഒരു പക്ഷേ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരല്ലാതെ നാട്ടിൽ നിന്ന് പോകുന്നവർ കുറവായിരുന്നു. അപ്പം എനിക്കൊന്ന് വീട്ടിൽ പറയാൻ കൂടെ ഒരു ധൈര്യമില്ല എനിക്ക് MBAക്ക് പോകണം എന്ന്. അപ്പം ഞാൻ എന്ത് വന്നാലും വീട്ടിൽ പ്രസൻറ്റ് ചെയ്തു, എനിക്ക് MBA പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും വളരെ സപ്പോർട്ടീവായിരുന്നു. നമുക്ക് നോക്കാം, നീ ഏതായാലും എൻട്രൻസ് എഴുതി നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഏതായാലും കിട്ടി. അങ്ങനെ MBAക്ക് ജോയിൻ ചെയ്തു. MBAക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ കല്യാണം. പക്ഷേ MBAക്ക് ഞാൻ ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പം ബാക്കി എൻ്റെ ഫാമിലി, അച്ഛൻ അമ്മ ഒഴിച്ച് ബാക്കി റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നെല്ലാം എൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ജോലിയായി, ഡിഗ്രി കഴിഞ്ഞു, ജോലിയായി. നമ്മുടെ കൂട്ടത്തിൽ പിന്നെ അടുത്തൊരു നോർമലി ചോദിക്കുന്നൊരു ചോദ്യം എന്താ അടുത്തത്? കല്യാണം. ഇനിയിപ്പോൾ ആലോചിച്ചുകൂടെ? കല്യാണമൊക്കെ ആലോചിച്ചുകൂടെ? ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ കല്യാണം ആലോചിച്ചുകൂടെ? പക്ഷെ അന്ന് അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, അവൾക്ക് പഠിക്കണം എന്നാണ് പറഞ്ഞത്, വേറെ ഒന്നുമല്ല. പഠിക്കാൻ ആഗ്രഹമുണ്ടോ, അവൾക്ക് എത്രയും പഠിക്കണോ, പഠിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ആ ഒരൊറ്റ ഇതിലാണ് മുമ്പോട്ട് പോയത്. എൻ്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു PG എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് പോകാൻ പറ്റിയത് എൻ്റെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടോടുകൂടി മാത്രമാണ്. അത് കഴിഞ്ഞ് PG ചെയ്യുന്ന സമയത്താണ് മാരേജ് ഉണ്ടാവുന്നതും അതിനുശേഷം PG കംപ്ലീറ്റ് ചെയ്യുന്നതും. പിന്നീട് ഞങ്ങൾ ചെന്നൈയിൽ, ഞാനൊരു HR റിലേറ്റഡ് ആണ് ഞാൻ ജോലി ചെയ്തത്. അതിനുശേഷം ഫാമിലി സിറ്റുവേഷൻസ് മാറി വന്നു, ഞങ്ങൾക്ക് നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു, നാട്ടിൽ സെറ്റിൽ ആവേണ്ടി വന്നു. നാട്ടിൽ ജോലി കളഞ്ഞ് വന്ന സമയത്ത് മോനുണ്ടായി. ഇനി എന്ത്, ശരിയൊരു ബ്രേക്ക് വന്നു ഇടയ്ക്ക്. ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് തന്നെ ചെയ്തുകൂടാ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുകൂടാ എന്ന് ആദ്യം എന്നോട് ചോദിച്ചത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. നിനക്ക് തന്നെ ചെയ്തുകൂടെ, ഏതായാലും അവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എനിക്കൊന്നത്ര ധൈര്യം പോരാ, ഞാൻ തന്നെ എന്നൊരു കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. തന്നെയല്ല, നമ്മുടെ നാട്ടിലെന്ന് ഒരു HR കൺസൾട്ടൻസിയുടെ സ്കോപ്പ് നാട്ടിൽ ആർക്കും തന്നെ അറിയില്ലെന്ന്, എന്തുമാത്രം ഉണ്ട്, എന്താണ് HR കൺസൾട്ടൻസി, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പോലും ഒന്നും ആർക്കും അറിയില്ല. അങ്ങനെ ഒരു സമയത്താണ് ഞങ്ങൾ അവിടെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടാലൻറ്റസ് HR സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേരിൽ ടാലൻറ്റസ് 10 വർഷങ്ങൾക്ക് മുമ്പ് ടാലൻറ്റസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഞങ്ങൾ ശരിക്കും ജോലി അവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നാട്ടുകാരിൽ പലരും കയറി വന്നിട്ട്, ഇത് കമ്പ്യൂട്ടർ സെൻ്റർ ആണോ, പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചവിടെ കയറി വന്ന ആൾക്കാരുണ്ട്. ഇവിടെ എന്താ നടക്കണമെന്ന് അറിയില്ല അവർക്ക്. പക്ഷെ ഞങ്ങളുടെ ഒരു മേഖല അവിടുന്ന് അതിനുശേഷം ട്രെയിനിങ്ങിലേക്കും കൺസൾട്ടിങ്ങിലേക്കും ഒക്കെ വളരുവാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ഇന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം നിതിൻ ജോലി ഉപേക്ഷിച്ച് അതിലേക്ക് ജോയിൻ ചെയ്തു. കൂടുതൽ മുമ്പോട്ട് വളരാനായിട്ട് സാധിച്ചു. അതോടൊപ്പം അതിൻ്റെ ടാലൻറ്റസ് സ്റ്റാർട്ട് ചെയ്ത് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രുതീസ് കളക്ഷൻസ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനായിരുന്നു. കുഞ്ഞിലെ തൊട്ടുള്ളൊരു എന്താ പറയുക, വരയ്ക്കാനും അല്ലെങ്കിൽ ആ ഒരു മേഖലയോടൊരു ഇഷ്ടമുണ്ടായിരുന്നു അന്ന്. പക്ഷെ അത് പറയാനുള്ള, വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. ഇനി പറഞ്ഞ പോലെ ഇപ്പോൾ പഠിക്കുക അല്ലെങ്കിൽ അതാണ് അന്നൊക്കെ എല്ലാം, അത് കഴിഞ്ഞിട്ട് മതി, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പിന്നീട് പ്രാധാന്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ
അന്ന് ആ ഒരു ഇഷ്ടം മനസ്സിൽ കൊണ്ടു നടന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാനും, പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട്, ഫാമിലി, ഹസ്ബൻഡും ഈവൻ കുട്ടികളാണെങ്കിൽ പോലും അച്ഛനും എല്ലാവരും ഒന്നിച്ച് കൂടെ നിന്നു. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ 8 വർഷങ്ങൾ കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ ഒരിക്കൽ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചൊരു മോഹമാണ് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം ഫാഷൻ ഡിസൈനിങ് ഒരു സ്റ്റുഡൻറ്റും കൂടെയാണ്, തീരാറായിട്ടുണ്ട്. അപ്പം അതും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം പഠിക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലി, നമ്മളുടെ സ്വപ്നത്തിൻ്റെ പുറകെ പോകുന്നതിന് പ്രായം ഒരിക്കലും ഒരു ബാരിയർ അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.